വോയിസ് ഓഫ് മുജിബിലേക്ക് എവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം മത്സരത്തിലും ജയത്തോടെ പരമ്പര ഉറപ്പിക്കാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. എക്സ്പീരിയൻസ് താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രാഹുലുമെല്ലാം ആദ്യ മത്സരത്തിൽ നിറം മങ്ങിപ്പോയിരുന്നു. എങ്കിൽ പോലും ഇംഗ്ലണ്ട് ഉയർത്തിയ 259 എന്ന റൺസ് 46-ാം ഓവറിൽ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ അത്യുജ്വലമായി മറികടന്നിരുന്നു. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമായിരുന്നു. എന്നാൽ പഴയ 3 താരങ്ങളും ഫോമിൽ എത്താത്തതുകൊണ്ട് ഒറ്റയടിക്ക് മാറ്റി നിർത്തപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 3-ൽ ഒരാളെ പുറത്തിരുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതിൽ പുറത്തിരുത്തപ്പെടാൻ കൂടുതൽ സാധ്യത വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയായ രാഹുലാണ്. ആദ്യ മത്സരത്തിൽ ബാറ്റിങ്ങിൽ മാത്രമല്ല കീപ്പിങ്ങിലും ചില പാളിച്ചകൾ രാഹുലിൽ നിന്ന് വന്നിരുന്നു എന്നുള്ള വിമർശനം പാടെ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ രാഹുലിന് പകരം ഇഷാൻ കിഷനെ 11-ൽ ഉൾപ്പെടുത്താൻ സാധ്യതകൾ ഏറെയാണ്. ബൗളിങ്ങിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിന് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ 3 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പരയിൽ വിജയം അനിവാര്യമാണ്. പരമ്പര നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, പരമ്പര പരാജയപ്പെടാതിരിക്കണമെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വിജയം നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദിൽ റഷീദിന് പകരം പേസ് ബൗളർ സാക്കിബ് മഹ്മൂദിനെ ഉൾപ്പെടുത്താനാണ് സാധ്യത കൂടുതൽ. ആദ്യ മത്സരത്തിൽ മികച്ച ബാറ്റിങ്ങിലൂടെ ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചാണ് പരിക്ക് പറ്റി ശുഭ്മാൻ ഗിൽ കളം വിട്ടത്. എന്നാൽ ആ പരിക്ക് ഗൗരവമുള്ളതല്ല. രണ്ടാം മത്സരത്തിൽ ശുഭ്മാൻ ഗില്ല് തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുക. ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങും എന്നതിൽ യാതൊരു സംശയവുമില്ല. 2027 വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ടീമിൽ ഒരു മത്സരം കൊണ്ട് പെട്ടെന്ന് മാറ്റിമറിക്കലുകൾ ഉണ്ടാകില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതെങ്കിലും രാഹുലിനെ മാറ്റാനുള്ള തീരുമാനം വിക്കറ്റിന് പിന്നിൽ അത്ര ശുഭകരമല്ല. രാഹുലിൻ്റെ നീക്കങ്ങൾ എന്നതുകൂടി കൊണ്ടാണ് ഇഷാൻ കിഷന് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ആദ്യ മത്സരത്തിൽ ആധികാരികമായിട്ടാണ് ഇന്ത്യ ജയിച്ചതെങ്കിലും ബാറ്റിങ്ങിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാനുണ്ട് എന്ന് തന്നെയാണ് ആദ്യ മത്സരത്തിലെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ സ്കോർ ബോർഡുകൾ സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ MS ധോണിയുടെ വിരമിക്കലിന് ശേഷം വിക്കറ്റിന് പിന്നിൽ അത്ര കണ്ട് പെർഫെക്ഷനായിട്ട് ഒരു ബാറ്റർ കൂടിയായിട്ടുള്ള ഒരു കളിക്കാരനെ നമ്മൾ കണ്ടത് സഞ്ജു സാംസണിലൂടെയായിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 2027 ഏകദിന വേൾഡ് കപ്പിനുള്ള ടീമിനെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകളിലേക്കൊന്നും സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പിങ്ങിൽ കഴിഞ്ഞ മത്സരത്തിലേറെ വിമർശിക്കപ്പെട്ട രാഹുലിന് പകരം ഇഷാൻ കിഷൻ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ് ഈ സ്ക്വാഡിലുള്ളത്. ഒന്ന് ഇഷാൻ കിഷനും മറ്റൊന്ന് രാഹുലുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം മത്സരത്തിലും ആധികാരിക വിജയത്തോടെ പരമ്പര ഉറപ്പിക്കുക എന്നു തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ഇന്ത്യൻ ടീമിന് വിജയ തുടർച്ച സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.